ഏത് ആഘോഷമായാലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. ഡേറ്റ്സ് കേക്കാണ്. അതിന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, ഷുഗറിലിട്ട് പൊടിക്കാൻ ഗ്രാമ്പൂ പട്ട വേണം, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് വേണം, 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഡേറ്റ്സ് എല്ലാം നമ്മൾ കുരു കളഞ്ഞ് വെക്കാം. കുരു കളഞ്ഞ ഡേറ്റ്സ് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചിട്ട് വരാം. അധികം അരിഞ്ഞു പോകണ്ട. ഡേറ്റ്സ് മിക്സിയിൽ ചതച്ചിട്ട് വന്നു. 250 ഗ്രാം മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെക്കാം. 2 സ്പൂൺ വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിം തന്നെ കാരമലൈസ് ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു ബ്രൗൺ കളറാണ് വരേണ്ടത്. ഒരു തേനിൻ്റെ കളർ മാത്രം മതി. പഞ്ചസാര ഏകദേശം കാരമലൈസായി. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കുറച്ചൊന്ന് വറ്റിയ ശേഷം നമുക്ക് എടുത്ത് വെച്ച ഡേറ്റ്സ് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തണിയാൻ വയ്ക്കാം. മിക്സിയുടെ ജാറിൽ 6-7 സ്പൂണ് ഷുഗർ ഇട്ട് അതിൽ കുറച്ച് ഗ്രാമ്പൂ പട്ട ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരണം. ഇനി വേണ്ടത് കാഷ്യൂ നട്ട് ഒന്ന് ക്രഷ് ചെയ്യാനാണ്. കാഷ്യൂ നട്ട് ക്രഷ് ചെയ്ത് വന്നു. ഇനി 2 മുട്ട മിക്സിയിൽ അടിച്ചിട്ട് വരാം. എഗ് ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല, മിക്സിയിലാണെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ച് വീണ്ടും മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. മുട്ടയും ഓയിലും കൂടി അടിച്ച് വന്ന് അതിൻ്റെ അകത്ത് കുറച്ച് വനില എസൻസ് ഒഴിച്ച ശേഷം നമുക്ക് ഷുഗറിൻ്റെ പൗഡർ ഇട്ട് ഒന്നും കൂടി അടിച്ച് വരാം. മിക്സിയിൽ അടിച്ച് വന്നത് ഡേറ്റ്സിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി എടുത്തു വെച്ച മൈദ അതിൻ്റെ അകത്ത് അരിച്ച് കുറച്ചായിട്ട് ഇട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കേക്ക് ബാറ്റർ റെഡിയായി. ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് ഒരു കേക്ക് ടിൻ റെഡിയാക്കി വെക്കുക. കേക്കിൻ്റെ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ച് എയർ ബബിൾസ് കളഞ്ഞ ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് അതൊരു പാത്രത്തിൽ പുറത്തും ബേക്ക് ചെയ്യാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തത്. അടിപൊളിയായിട്ട് നമ്മളുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിയാതെ നല്ല ടേസ്റ്റുള്ളൊരു ഡേറ്റ് കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പ്ലം കേക്ക് റെഡി. ഈ ഡേറ്റ്സ് കേക്ക്സ് ഏത് ആഘോഷമായാലും നമുക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായോ? ഈ കേക്കിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. മിനീസ് അടുക്കള പോയി നോക്കിയാൽ കാണാൻ പറ്റും.